ഇന്നിപ്പോൾ ഫ്രൈഡേ ഉണ്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈഡേയിലെ വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ എന്ന് പറയുന്നത് പൊതുവെ അറബ് കൺട്രീസിൽ അവധിയുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെനു എന്താണെന്ന് പറയാം. അപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ. ചായ ഞാനിവിടെ തയ്യാറാക്കി കുറച്ച് നേരം വെച്ചേക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ആറിയിട്ടൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം തളിച്ചപാടി കുടിച്ചാൽ നാക്ക് പൊള്ളിപ്പോവില്ലേ. അപ്പം ഞാൻ രാവിലെ തന്നെ ബീഫ് എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. ബീഫ് നമുക്ക് ഇതുപോലത്തെ പാക്കറ്റ് കിട്ടും, പിന്നെ കട്ട് പീസും കിട്ടാറുണ്ട്. ഞങ്ങൾ ഇതുപോലെ മേടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതിലേക്ക് വെള്ളം കൂട്ടിക്കളഞ്ഞിട്ട് വരാം. അപ്പോൾ ഐസൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് പീസാക്കിയിട്ട് എടുക്കാം. അപ്പം നമുക്ക് ഇന്നത്തേത് കൊച്ചി സ്റ്റൈലുള്ള ഇറച്ചി ചോറാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പാക്കറ്റൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. പാക്കറ്റ് ഉദ്ദേശിക്കുന്ന മാതിരില്ല, നല്ല സ്ട്രോങ് ആണല്ലോ. ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കട്ടിങ് ആരംഭിക്കാം. അപ്പോൾ കട്ടിങ് ആരംഭിക്കും മുന്നേ കുറേ പ്രിപ്പറേഷനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം അതൊക്കെ ചെയ്ത് ഞാൻ കത്തി എടുത്തിട്ട് മുറിക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നമുക്ക് നല്ല BDFന് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ലൈസ് ആയിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത്. പിന്നെ അത് നമുക്ക് വേണ്ട പോലെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ പീസൊക്കെ വെച്ചിട്ട് BDF ഒക്കെ ഉണ്ടാക്കാൻ നല്ല സുഖമായിരിക്കും കേട്ടോ. കാരണം നമുക്ക് നീളത്തിൽ രീതിയിലുള്ളതാണ് കിട്ടുന്നത്. നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ വഴി BDF ഒക്കെ തയ്യാറാക്കണം. അങ്ങനെന്താ അത്ര എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. രാവിലത്തേത് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാനതാ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പയ്യതാ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. 4:30 ആൾക്ക് ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. അപ്പം അതിന് മുമ്പ് നമുക്കൊന്ന് ചായ തയ്യാറാക്കാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളൊന്നും എനിക്കിത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ. രാവിലെ നമുക്ക് പുട്ടായിരുന്നു, പുട്ടും പഴമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഗ്യാസ് ആരോ പൂട്ടിയിട്ടുണ്ട്. ഗ്യാസ് ഒന്ന് തുറന്ന് നമുക്കിനി ചായക്ക് വെക്കാം. അപ്പോൾ പാലും കാര്യങ്ങളെല്ലാം അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേയിലയും പഞ്ചസാരയും കൂടിയും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചായക്കുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഞങ്ങൾ ചായ ഒന്നിച്ച് കുടിക്കൽ അപൂർവമായിരിക്കും കേട്ടോ. മിക്കപ്പോഴും ഞാൻ കിച്ചണിലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെയൊക്കെ കിച്ചണിൽ നിന്ന് തന്നെ ഞാൻ ചായ കുടിക്കാറാണ്. ആൾ ചിലപ്പോൾ റൂമിലിരുന്നിട്ടായിരിക്കും ചായ കുടിക്കാം. വൈകുന്നേരങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒന്നിച്ച് ചായ കുടിക്കാമെന്നൊരു പ്ലാൻ ഉണ്ട്. ഇന്ന് കുറച്ച് വെയിലിനൊരു കുറവുണ്ട് കേട്ടോ. വെയിൽ കുറച്ച് ആശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമേ ചായ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒന്നിച്ച് കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആളുടെ കപ്പ് ഓഫ് ടീ ഞാൻ ആൾക്ക് കൊടുത്തു. അത് പുറത്ത് നിന്നിട്ട് നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി ഞാനും കൂടി ചെന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് എൻജോയ് ചെയ്യാം കേട്ടോ. അപ്പോൾ വെയിലൊക്കെ നല്ല കുറവുണ്ട്. പുറത്തെ വ്യൂ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഒന്ന് ആസ്വദിച്ചിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.